ഓം നമ ശിവായ. ശിവമാർഗം. ശ്രീ രാമേശ്വരം മഹാദേവ ക്ഷേത്രം, കൊല്ലം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ചരിത്രവും ഐതിഹ്യങ്ങളും കൂടിക്കലർന്ന ശ്രീ രാമേശ്വരം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പുണ്യക്ഷേത്രം. പറഞ്ഞു കേൾക്കുന്നത് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് സാക്ഷാൽ പരശുരാമനാണെന്നാണ്. എത്രയോ നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് ഈ മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വടക്കേ നടയിലൂടെയാണ് ഞങ്ങൾ ചുറ്റമ്പലത്തിലേക്ക് പ്രവേശിച്ചത്. ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. ഇത് ക്ഷേത്രത്തിന് പുതിയൊരു ഊർജം നൽകുന്നുണ്ട്. പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനമുള്ള ശിവക്ഷേത്രമാണിത്. കൊല്ലം വേണാട്ടു രാജാക്കന്മാരുടെ ആദ്യകാല ആസ്ഥാനമാണ്. കൊല്ലവർഷം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേക പ്രാധാന്യമുണ്ട്. കൊല്ലം നഗരം സ്ഥാപിച്ചതും ഈ ക്ഷേത്രം പുനരുദ്ധരിച്ചതും കൊല്ലവർഷം ആരംഭിക്കാൻ ഒരു കാരണമായെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടെ വട്ടെഴുത്ത് ലിപിയിൽ കൊത്തിയെടുത്ത ശിലാലിഖിതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവയെല്ലാം തമിഴ് ഭാഷയിലാണ്. കേരള ചരിത്രത്തിൽ ഈ ശിലാലിഖിതങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാട് രുദ്രാഭിഷേകമാണ്. ഭക്തർക്ക് ആത്മശാന്തി നൽകുന്ന ഒരു പുണ്യകർമ്മമാണിത്. എല്ലാ വർഷവും മകരമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം. അശ്വതി നാളിലെ ആറാട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. ഉപദേവന്മാർ. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ശിവനെ കൂടാതെ മറ്റു പല ഉപദേവന്മാരുമുണ്ട്. ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, നവഗ്രഹങ്ങൾ, ശ്രീകൃഷ്ണൻ. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ചരിത്രവും വിശ്വാസവും ഒന്നുചേരുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഒരു യാത്ര നടത്താൻ നിങ്ങൾക്കും ഒരു അവസരം ലഭിക്കട്ടെ. ശംഭോ മഹാദേവ.